കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന സീരീസിലെ അവസാനത്തെ സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി നമ്മൾ 4 സബ്ജക്ട്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആരംഭിക്കുന്നതാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്പർ 1 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1, നമ്പർ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്പർ 3 ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. 3 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് ലൈവും അതിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ സ്മാർട്ടായി അപ്രോച്ച് ചെയ്യാം, ഇതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡറിൽ പഠിച്ചു പോലല്ല, ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ എങ്ങനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയ, ദെൻ അത് കുറച്ച് കംഫർട്ടബിളും ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം, അത് ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ഏരിയ വെച്ച് നമ്മുടെ പഠനം ആരംഭിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനോടൊരു താല്പര്യം വരും. അതിനുശേഷം ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് പോകുക. സോ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഹൈ മാർക്സ് എങ്ങനെ നേടാൻ സാധിക്കും, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ സബ്ജക്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതാണ് പലപ്പോഴും കുട്ടികൾക്ക് പ്രോബ്ലം ആയിട്ട് വരാറ്, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു കാര്യം, ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത 5 മൊഡ്യൂളായിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്പർ 1 എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഓക്കെ, ദെൻ നമ്പർ 2 കമ്മോഡിറ്റി മാർക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നമ്പർ 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യങ്ങളാണ്. ദെൻ നമ്പർ 4 ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയൊരു മൊഡ്യൂളാണ്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസ്. അങ്ങനെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ പേര് പറയുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കവർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ബട്ട് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ഫസ്റ്റ് മൊഡ്യൂളിന്റെ പ്രത്യേകത ബേസിക്സ് ആണ്. സോ ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിഗ്രിക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 +2 തന്നെ പല കാര്യങ്ങളും, എസ്പെഷ്യലി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിഗ്രിക്കാണെങ്കിലും +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു മാറ്റർ തന്നെ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏരിയ ആണ് മൊഡ്യൂൾ നമ്പർ 1. അപ്പൊ നിങ്ങൾ പഠനം മൊഡ്യൂൾ നമ്പർ 1 വെച്ച് തന്നെ ആരംഭിക്കാം. ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഓവർവ്യൂ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഫങ്ഷൻസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് മാർക്കറ്റ്സ് ഫോർ ഡെറിവേറ്റീവ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് 4 സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദെൻ NSE BSE, റോൾ ഓഫ് സെബി, ഇങ്ങനെ ബേസിക്സ് മാത്രമാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 പഠിക്കാനുള്ള. ടെക്നിക്കൽ ടേംസ് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ നിങ്ങളുടെ പഠനം ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാം. ഓക്കെ, ഇതിന് ശേഷം നമ്മളെപ്പോഴും പറയുന്നത് എന്താ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കൂടുതൽ മാർക്സ് ആണ്. സോ 2 essay ആണ് നമുക്ക് വേണ്ടേ, 4 essayയിൽ എങ്ങനെ പോയാലും നമുക്കൊരു essay എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. നേരെ നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 5 ചാടിപ്പോകാം. മൊഡ്യൂൾ നമ്പർ 5ന്റെ പ്രത്യേകത,
ഇതിൽ നിന്ന് എങ്ങനെ പോയാലും മിക്ക പേപ്പറിലും ഒരു എസ്സേ വരാറുണ്ട്, പാർട്ട് എയിലും ബിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം FDI, FPI ഇങ്ങനെയുള്ള ടേമുകൾ ഇപ്പോൾ അതിൻ്റെ റെലവൻസ് വളരെ കൂടിയ സമയമാണ്. ദെൻ ADR, GDR ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ചാപ്റ്റർ കണ്ടൻസ് കുറവാണ്, ഉള്ള ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് എല്ലാ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 1 ശേഷം നേരെ കംഫർട്ടബിൾ ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളിലോട്ട് ചാടാ, മൊഡ്യൂൾ നമ്പർ 5. ഇതാണ് എനിക്ക് നെക്സ്റ്റ് പറയാനുള്ള ഓർഡർ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ എപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ്, എനിക്ക് ആ കൂടി 2 മൊഡ്യൂൾ നോക്കാൻ പറ്റുള്ളൂ, ഞാൻ പഠിച്ചു ബട്ട് ഞാൻ പഠിച്ച ഏരിയയിൽ നിന്നും വന്നില്ല, ബാക്കിയുള്ള മൊഡ്യൂളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിർബന്ധമായും പ്രതീക്ഷിക്കുന്ന ഏരിയാസ് നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യില്ലായിരുന്നു. സോ അതാണ് മൊഡ്യൂൾ നമ്പർ 1 പഠിക്കുക, ബേസിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5 നിന്ന് റിപ്പീറ്റ് ചോദ്യങ്ങളാണ്, കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു മൊഡ്യൂളാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ചെറിയ മൊഡ്യൂളാണ്. ഇതും മൊഡ്യൂൾ നമ്പർ 2ഉം ചെറിയ 2 വെയിറ്റേജ് അതുപോലെ തന്നെ 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ ഇതിൽ നിന്ന് കണ്ടുവരാറ്. ടീമുകൾ ഒരുപാടുണ്ട്, ആ ടീമുകളിനെ റിലേറ്റ് ചെയ്തുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ പഠിക്കുമ്പോൾ പറയാറുണ്ട്. ബട്ട് ആ ടീമുകളിലോട്ട് ഡെപ്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും ഡെപ്ത് മാർക്കറ്റ്, അതിൻ്റെ ടൈപ്സ്, ഫങ്ഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഹിൻഡ്രൻസസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡെറ്റ് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്തിട്ട് ആദ്യത്തെ ഏരിയയിലോട്ട് പോയാലും കുഴപ്പമില്ല. കമ്മോഡിറ്റി മാർക്കറ്റ്, ഈ MCX ഇതിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ടഫായിട്ട് പറയാറുണ്ട്. ബട്ട് ഡെറ്റ് മാർക്ക് ഈസിയാണ്. ഡെറ്റ് മാർക്കിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നിർബന്ധമായും കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 5 ശേഷം 2 നിങ്ങൾ പോകാം. ഓക്കെ, ഇനി മൊഡ്യൂൾ നമ്പർ 3 നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഒരു എസ്സേ അതുപോലെ തന്നെ 3 വെയിറ്റേജ് ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ബട്ട് കുറച്ച് ലെങ്തി ആണ് ഈ ഒരു ചാപ്റ്റർ, അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ പഠിക്കാൻ പറഞ്ഞത്. ലെങ്തി ആണ്, ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നും. ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ച് ബേസിക്സ് കവർ ചെയ്തു. മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു എസ്സേ അവിടെ തന്നെ നമുക്ക് കിട്ടിയാൽ ഭാഗ്യമായി. ദെൻ അതിനുശേഷം ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 2 ഡെറ്റ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ മെയിനായിട്ട് അവസാനിപ്പിച്ചു. ദെൻ അതിനുശേഷം നിങ്ങളുടെ ടൈമിന്റെ ബേസിൽ ആദ്യത്തെ ഏരിയയിലോട്ട് പോകുക. ദെൻ മൊഡ്യൂൾ നമ്പർ 3 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിൽ ഈ പറയുന്ന പ്രൈമറി ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട്. ബിറ്റ് കോയിൻ 2 വെയിറ്റേജ് ചോദ്യം, ക്രിപ്റ്റോ കറൻസി 2 വെയിറ്റേജ് ചോദ്യം, വാരിയസ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ബൈബാക്ക്, ഓഫർ ഫോർ സെയിൽ, ഈ പ്രൈമറി ഇഷ്യൂവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എസ്സേക്ക് പലപ്പോഴും വരാറുള്ളതാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സൊക്കെ. ഓക്കെ, അങ്ങനെ ഒരുപാട് വായിക്കാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2 ശേഷം 3 പോകുക. ദെൻ ഫൈനലി നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 4 പോയാൽ മതി. മൊഡ്യൂൾ നമ്പർ 4ന്റെ പ്രത്യേകത വലിയ മൊഡ്യൂളാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് കാണാനുള്ള, കുറേ വായിക്കാനുണ്ട്. ബട്ട് അതിൽ നിന്ന് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ചോദിക്കും. ബട്ട് കുട്ടികൾ മെയിൻലി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതന്നെയല്ല അവിടെയും കണ്ടേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ സംശയം ഒരുപാട് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫംഗ്ഷൻസിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കാണാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് അവസാനം പഠിച്ചാൽ മതി മൊഡ്യൂൾ നമ്പർ 4. ബാക്കി മൊഡ്യൂൾസിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം മാർക്സ് ഇപ്പോൾ സ്കോർ ചെയ്യാനുള്ളതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരില്ല എന്നല്ല, ബട്ട് അവസാനം അതിനെ പ്രയോറിറ്റൈസ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് പലപ്പോഴും കുട്ടികൾക്ക്. ഓക്കെ, സോ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് നബാർഡ്, SFC, UTI, ദെൻ സെബി, ഇതൊക്കെ റിപ്പീറ്റ് തന്നെയാണ് വരാറുള്ളതാണ്. ദെൻ IRDA, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കിവിടെ കവർ ചെയ്യാറുണ്ട്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഓർഡർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ മൊഡ്യൂളിന്റെ പ്രത്യേകത പറഞ്ഞു, ബേസിക്സ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ആദ്യം അത് തന്നെ പഠിക്കുക. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 5 പോകുക. നമ്പർ 2 ഞാൻ പറഞ്ഞു, അതിന്റെ പ്രത്യേകത കുറച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരും. ദെൻ മൊഡ്യൂൾ നമ്പർ 3 ഈ 2 ആണ് നെക്സ്റ്റ്. അതിൽ ഡെറ്റ് മാർക്കറ്റിന്റെ ഏരിയ ആദ്യം എന്തെങ്കിലും കവർ ചെയ്യുക, അതിനുശേഷം ബാലൻസ് ഏരിയ പോവുക. മൊഡ്യൂൾ നമ്പർ 3 നോക്കുക. ലാസ്റ്റ് മൊഡ്യൂൾ നമ്പർ 4 പോകുക. സോ ഈ ഒരു ഓർഡറിൽ പോകുക എന്നുള്ളതാണ്. സോ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, മിനിമം ഫോളോ ചെയ്യേണ്ട മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറ്. ഞാൻ പറയണു മൊഡ്യൂൾ നമ്പർ 1, അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5, ദെൻ മൊഡ്യൂൾ നമ്പർ 3. ഈ 3 മൊഡ്യൂൾസ് ചങ്ക് മൊഡ്യൂൾസ് ആണ്, ഏറ്റവും കൂടുതൽ മാർക്സ് വരാറുള്ളതാണ്. ഏതൊക്കെയാണ്? 1, 3, 5. ബാക്കിയുള്ളതൊന്നും ഇല്ല എന്നല്ല പറയണത്, ബട്ട് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ മാർക്സ് ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 മൊഡ്യൂൾസ് മിനിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഹൈ മാർക്സിലോട്ട് എത്തണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ട് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നൊരു കാര്യം പറയുന്നു എന്നുള്ളതിനെ, ഞാൻ എന്തുകൊണ്ട് സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണം, പല കുട്ടികളും ജോലിക്കൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത്. സോ അവർ ലാസ്റ്റ് മൊമെന്റിലാണ് അവരുടെ ബുക്ക് തൊടുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഏത് ഏരിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ പാരറ്റോ അനാലിസിസ് 80 മാർക്സിന്റെ ചോദ്യങ്ങൾ വരുന്നത് മിക്കതും 20% ഏരിയയിൽ നിന്നാണ്. ബാക്കി 80% ഏരിയയിൽ നിന്നുള്ളത് വെറും 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇതാണ് പാരറ്റോ അനാലിസിസ് പറയുന്നത്. അപ്പോൾ ഈ 20% ഏരിയ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പാസ് മാർക്കിനേക്കാൾ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി 5 സബ്ജക്ട്സിൻ്റെയും സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈസി ആയിട്ടുള്ള ഏരിയ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡെപ്തിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരാറ്, അതിനുശേഷം ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എസ്പെഷ്യലി ഇൻകം ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.